നിങ്ങളെ 30,000 രൂപയ്ക്കകത്ത് ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ എ സെക്കൻഡ്, വാങ്ങരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം 30,000 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ, ഇവൻ എന്നെ വരെ നിങ്ങളെയും എന്നെയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. 30,000 രൂപ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്താണ്, ഒരുപാട് എക്സ്പെൻസീവും അല്ല, എന്നാൽ ഒരുപാട് ചീപ്പറും അല്ല. കാരണം ചീപ്പായിട്ടുള്ള ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ ഭയം എന്ന് പറഞ്ഞാൽ ചീപ്പ് ഫോൺസ് എല്ലാം 2 മാസം കഴിയുമ്പോൾ അടിച്ചു പോകും. അതുപോലെ തന്നെ പെർഫോമൻസ് കാണൂല, ഏറ്റവും നല്ല ക്യാമറ കാണൂല, ഏറ്റവും നല്ല പ്രൊസസ്സർ കാണൂല. യെസ്, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 30,000 രൂപ ഒരു സേഫസ്റ്റ് ചോയ്സ് ഫോർ എ വൈൽ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ കൊണ്ട് വിപ്പിക്കണേ. അതായത് 30,000 രൂപയുടെ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഉപയോഗിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത 30,000 രൂപയ്ക്കകത്തുള്ള ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. 30,000 രൂപയ്ക്കകത്ത് ഫോൺ എടുക്കുന്ന ആരും തന്നെ 30,000 രൂപയ്ക്ക് ഞാൻ ഈ ഒരു ഫോൺ എടുക്കട്ടെ, 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ 1,00,000 രൂപയുടെ ഫോൺ എടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? 30,000 റുപ്പീസിനുള്ള ഫോൺ, അതായത് എല്ലാവരുടെയും മൈൻഡിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ട് വരുന്നതാണ് 30,000. 30,000 രൂപയുടെ ഫോണൊന്നും മോശം ഫോണാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷേ ഈ 30,000 രൂപയുടെ ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ അത് പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഒന്നാമത്തെ നമുക്ക് പ്രീമിയം ആയിട്ട് കാണാനും ഭയങ്കര പ്രീമിയം ലുക്കൊക്കെ ആയിരിക്കും. എന്നാൽ ഇത് ലാസ്റ്റ് ചെയ്യൂല. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. സോ ടെക്നിക്കലി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡുകളെ ബാഷ് ചെയ്യുക എന്നുള്ളതല്ല. അതിന് പകരം നിങ്ങളൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് ഒരു വൈസർ ഓപ്ഷൻ ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ഒരു ഫോൺ എങ്ങനെ നിങ്ങൾ മേടിക്കണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ട്രസ്റ്റ് മീ, പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഈ ഒരു ബഡ്ജറ്റിന്റെ അകത്തുള്ള ഫോണുകൾ എല്ലാം ഭയങ്കര പുഷ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പുഷ് ചെയ്ത് വെച്ചിരിക്കുക മീൻസ് ഈ 30,000 രൂപ ബഡ്ജറ്റിന്റെ അകത്ത് വരുന്ന പല ഫോണുകളും, എല്ലാ ഫോണുകളെയും ഞാൻ കംപ്ലൈന്റ് ചെയ്ത് പറയുന്നില്ല, പല ഫോണുകളും ആദ്യത്തെ 5 ദിവസം നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ഫോൺ ഓപ്പൺ ആക്കി പെട്ടി പൊട്ടിച്ച് അതിനകത്ത് സിം ഇട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ 5 ദിവസം അതിന്റെ പെർഫോമൻസ് ആവട്ടെ, ക്യാമറ ആവട്ടെ, ബാറ്ററി ആവട്ടെ, ഫാസ്റ്റ് ചാർജിങ് ആവട്ടെ, എല്ലാ പോയിന്റും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 1 മാസം കഴിയുമ്പോഴാണ് ആ ഫോണിന്റെ തനി കോണം നമ്മളടുത്ത് കാണിക്കാൻ പോണേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ ആ സ്പെക് ഷീറ്റ് വായിക്കപ്പോൾ, ആ ഫോണിൻ്റെ സ്പെക്സ് വായിക്കപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ, അതായത് നിങ്ങളുടെ ആവശ്യം എന്താണ്, എപ്പോഴും ഒരു ഫോൺ വാങ്ങുന്ന ഒരാൾക്ക് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ്, ഫ്ലാഗ്ഷിപ്പ് ക്യാമറ, ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ്, ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ്, ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ്, ഇതെല്ലാം വേണമെന്നാണ്. എന്നാൽ കുറവ് ബഡ്ജറ്റിന് ആ നീഡുകളെല്ലാം ഈ സ്പെക്ക് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ അവർ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. ഫ്ലാഗ്ഷിപ്പ് സെൻസർ എന്ന് എഴുതിയിരിക്കും, ചിലപ്പോൾ AI ക്യാമറ പ്രോസസിംഗ് എന്ന് എഴുതിയിരിക്കും, ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഫീച്ചേഴ്സ് എന്ന് എഴുതിയിരിക്കും, ഫ്ലാഗ്ഷിപ്പ് ഫാസ്റ്റ് ചാർജിങ് എന്ന് എഴുതിയിരിക്കും, ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ എന്ന് എഴുതിയിരിക്കും. ഇങ്ങനെയുള്ള കുറെ ഹുക്കായിട്ടുള്ള ടേമുകളാണ് അവിടെ ഉപയോഗിക്കണേ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യാനും എതിർക്കാനും ഒരുപാട് പേര് കാണും. എതിർത്തോളൂ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയേണ്ട പോലെ പറയും. ഒരു ഫോണ്, ഞാനിപ്പോൾ സ്മാർട്ട് ഫോൺ റിവ്യൂസ് ഒട്ടും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം, എനിക്കിതിനകത്ത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും പല കാര്യങ്ങളും. ആൻഡ് ഞാൻ പല ഇൻഫ്ലുവൻസസിനെ കുറിച്ചിട്ടും പറയാൻ പോകുന്നതേ ഉള്ളൂ. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ബട്ട് ഇപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് സെൻസർ കൊണ്ടുവന്ന് ഒരു ബഡ്ജറ്റ് ഫോണിൻ്റെ അകത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഫോണിന് ക്വാളിറ്റി കൂടൂല. അതിൻ്റെ ഇമേജ് പ്രോസസ്സിങ്, അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ, ആ സോഫ്റ്റ്വെയർ എങ്ങനെ ആ ഒരു ഇമേജിനെ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നു റിയൽ ടൈം, എങ്ങനെ എൻവയോൺമെന്റ് മനസ്സിലാക്കി ആ ഒരു ഫോണിൻ്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് പവർ ഇപ്പോൾ എക്സ്പോഷർ കൂടുന്ന സ്ഥലത്ത് എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യാനും, ലൈറ്റ് കുറയുന്നിടത്ത് എക്സ്പോഷർ കൂട്ടാനും വിത്തൗട്ട് ഹാവിങ് ഗ്രെയിൻസ്, അതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ആ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതാണ് മാറ്റർ ചെയ്യുന്നത്. ഒരു സെൻസർ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഈ ക്യാമറ, ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ക്യാമറ ആക്ച്വലി ഔട്ട് ഓഫ് ദ ബോക്സ്, നിങ്ങളിപ്പോൾ ഒരു DSLR ക്യാമറ അല്ലെങ്കിൽ ഒരു മിറർലെസ് ക്യാമറ, പ്രൊഫഷണൽ ക്യാമറ മേടിച്ചിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് എടുത്ത് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പട്ടിക്കൂറ ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണേ. കാരണം അത് ഒപ്റ്റിമൈസ്ഡ് അല്ല, അത് മൊത്തത്തിൽ മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എൻവയോൺമെന്റിനനുസരിച്ച്. ഞാൻ വീട്ടിൻ്റെ അകത്ത് ഒരു സെറ്റിങ്സ് വെച്ച് ഫോട്ടോ എടുക്കുന്നത് പോലെ ഒരു മാനുവൽ ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു DSLR വെച്ചിട്ട് എനിക്ക് പുറത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറ്റൂല. പുറത്തുള്ള ലൈറ്റിംഗ് ഡിഫറെൻ്റാ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ അഡ്ജസ്റ്റ്മെന്റ് എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു ഫോട്ടോയുടെ ബ്യൂട്ടി ഇരിക്കുന്നത്. എഗെയിൻ 30,000 രൂപയുടെ ഫോൺ മേടിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ 30,000 രൂപയ്ക്കകത്ത് ഈ വരുന്ന പുതിയ ഫോണുകൾ മേടിക്കാതെ ഓൾറെഡി മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോൺ മേടിക്കുക. പുതിയ ഇറങ്ങുന്ന ഫോണുകൾ അപ്പം തന്നെ മേടിച്ച് വള്ളി മേടിക്കാതിരിക്കുക. കാരണം ആ ഫോൺ ആദ്യത്തെ ഒറ്റ നോട്ടത്തിലും ഒറ്റ
ഒറ്റ ആഴ്ചത്തെ ഫീലിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിക്കും. പിന്നീട് നമുക്കത് പുറത്ത് പറയാനും നാണക്കേടാ. ഓ ഈ ഫോൺ വെറും കൂറയാണേ, ഈ ഫോൺ കൊള്ളത്തില്ല എന്ന്. മനസ്സിലായോ? പറയുന്നവരുണ്ട്, പറയാത്തവരാണ് കൂടുതലും. സോ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇപ്പോൾ നത്തിങ്, CMF ഇങ്ങനെയുള്ള ഫോണുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയാലും ബാറ്ററി പെർഫോമൻസ് ആയാലും ക്യാമറ ക്വാളിറ്റി ആയാലും ഓഡിയോ ക്വാളിറ്റി ആയാലും എല്ലാം തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫോൺ എടുക്കുക. ഈ പുതിയ ലോഞ്ചുകൾ ആഴ്ചയിൽ പല ബ്രാൻഡുകളും ഫോൺ ഇറക്കുന്നുണ്ട്. ഇതൊന്നും വാങ്ങാണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണോ അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ഫോണല്ലേ വേണ്ടത്. അല്ലാതെ ഇന്ത്യൻ ആയിട്ടുള്ള നിങ്ങളെ ചൈനക്കാരനാക്കുന്ന ഫോണാണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോസസ്സേഴ്സ്. പല ഫോണിന്റെ അകത്തും വരുന്ന പ്രോസസ്സേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ ഇറങ്ങിയെന്ന് കരുതിക്കോ, ചുമ്മാ കരുതിക്കോ. ആ ഫോണിന്റെ അകത്ത് Y എന്ന് പേരുള്ള ഒരു പ്രോസസ്സറാണുള്ളത്. ഓക്കെ, അങ്ങനെയും വേണ്ട, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാം. ഓക്കെ, തങ്കപ്പൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഇറങ്ങുക, പുതിയ ഫോൺ. ഓക്കെ, ഈ തങ്കപ്പൻ 1ന്റെ അകത്ത് പണ്ട് മുതലേ ഉള്ള ചെല്ലമ്മ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തങ്കപ്പൻ 1 എന്ന ഫോണിന്റെ അകത്ത് ചെല്ലമ്മ 1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തങ്കപ്പൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ ചെല്ലമ്മ 1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ നിങ്ങൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെല്ലമ്മ 1 എന്നുള്ള പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇന്റർനെറ്റ് ഇല്ലേ, ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക, അതിന്റെ എല്ലാ റിവ്യൂസ് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അതിന്റെ എല്ലാ റിവ്യൂ യൂട്യൂബ് വീഡിയോ കണ്ടു നോക്കുക. അങ്ങനെ കണ്ടു നോക്കപ്പോൾ അതിന്റെ പെർഫോമൻസ്, ആ പ്രോസസ്സർ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നതാണോ അല്ലേന്ന് അറിയാൻ പറ്റും. 1 ലക്ഷം രൂപയുടെ ഫോണുകളിലൊക്കെ വെച്ചിട്ടുള്ള ചില പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ 5 പൈസയ്ക്ക് ഗുണമില്ലാത്തതാ. അപ്പോൾ ആ സാധനം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ ബാറ്ററി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത്, വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ എപ്പോഴും ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ് എന്നാൽ ഫാസ്റ്റ് ചാർജിങ് തരുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഫോൺ ഞാൻ ചൂസ് ചെയ്യൂല. ഞാൻ എപ്പോഴും ബാറ്ററി കപ്പാസിറ്റി കൂടുതലും എന്നാൽ ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒന്നും എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ചാർജ് ചെയ്യാൻ സമയം എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ ഫോണ് ഞാൻ ചാർജിൽ കുത്തിക്കൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഒറ്റ തവണ ചാർജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം, അധികം നേരം ഉപയോഗിക്കാൻ പറ്റണം. ഇനിയാണ് ഏറ്റവും കോമഡി പാർട്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഞാൻ തന്നെ എത്ര ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ? 10 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 11 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, നിങ്ങൾ മരിക്കുന്ന വരെയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഇതൊന്നും തരൂല. ഇതൊക്കെ തന്നാൽ തന്നെ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ട്യൂൺ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ ടെറിബിൾ ആക്കി നിങ്ങളെ കൊണ്ട് പുതിയ ഫോൺ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കാനാണ്. ഇനി അടുത്ത് പറയാനുള്ളത്, ഈ സോഫ്റ്റ്വെയറിൽ തന്നെ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള UI ഉള്ള ഫോണുകൾ നിങ്ങൾക്ക് മേടിച്ചൂടെ? എന്ത് സുഖമാണെന്നറിയാം അത് ഉപയോഗിക്കാൻ. മോട്ടോ, അതുപോലെ തന്നെ നത്തിങ്, CMF, ഇതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള UI ആണ്. ഈ കണ്ട കടജാതി ചൈനീസ് ആപ്പും ചപ്പ് ചവർ ആപ്സ് ഒക്കെ ഉള്ള നിറഞ്ഞിരിക്കുന്ന ഫോണുകൾ മേടിക്കാണ്ടിരിക്കുക. എന്തിനാ? അങ്ങനെ ഒരു ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്തൂടെ, ഫ്രീ അല്ലേ. സോ ക്ലീൻ UI പ്ലസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ, ലൈക്ക് 3 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടിയാലും മതി. പക്ഷേ സ്റ്റേബിൾ ആയിട്ട് ആ ഫോണൊന്ന് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഐഡിയൽ ഗോൾ. സോ ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോളുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഒരു ഫോൺ മേടിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഫൈനാൻഷ്യലി എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫോൺ മേടിക്കപ്പോൾ ഈ ഫോണിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഫോൺ 3 വർഷത്തിന് മേളിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഫോർ നൗ ബഡ്ജറ്റ് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. എന്നിട്ട് പിന്നീട് 1 വർഷം വല്ല ഉപയോഗിച്ചതിന് ശേഷം ഇറങ്ങുന്ന അല്ലെങ്കിൽ ആ സമയത്തുള്ള ഏറ്റവും ഫ്ലാഗ്ഷിപ്പിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ബെസ്റ്റ് ചോയ്സ്. 30,000 രൂപയിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ 30,000 രൂപ കൊടുത്തു. നിങ്ങളപ്പോൾ 1 വർഷം കഴിയപ്പോൾ ചിന്തിക്കുന്നു, കഴിഞ്ഞ വർഷം ഞാൻ 30,000 രൂപ ഒരു ഫോണിൽ സ്പെൻഡ് ചെയ്തല്ലേ, വീണ്ടും ഞാൻ ബാക്കി പൈസ സ്പെൻഡ് ചെയ്യണോ? അങ്ങനെ ഒരു ചിന്ത വരും. ഒരു 15,000 രൂപയാണ് ഒരു ഫോണിൽ സ്പെൻഡ് ചെയ്തെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, 15,000 രൂപയെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ നല്ലൊരു ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോള് വളരെ ക്ലിയർ ആക്കി വയ്ക്കുക. 30,000 രൂപയുടെ ഫോൺ മേടിക്കുക, 1.5 വർഷം ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോഴത്തേക്കും അടുത്ത 30,000ത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാനിവിടെ പറയണം, 30,000 രൂപ ഫോൺ ഫീൽസ് ലൈക്ക് എ സ്കാം. ബട്ട് നിങ്ങളൊന്ന് കുറച്ചുകൂടി വയസ്സായിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടി മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോൺ മേടിക്കാം. ഇൻഫ്ലുവൻസർ വെള്ളം തൊടാതെ പറഞ്ഞു തരുന്ന സാധനങ്ങളും ഫോണുകളും ഒന്നും മേടിച്ച് പണി മേടിക്കാണ്ടും ഇരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക. ഞാൻ എപ്പോഴും ഈവൻ എൻ്റെ ലാപ്ടോപ്പ് വീഡിയോസിൽ
വീഡിയോസിൽ പോലും ഞാൻ പറയാറുള്ളതാണ്, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക. ഈ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫോണ് നിങ്ങളുടെ ആവശ്യം സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അവിടെ കളയുക. ഈവൻ എനിക്ക് തന്നെ ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഞാൻ ഒരു സൈഡിലൂടെ ഞാൻ എത്രയൊക്കെ ട്രൂത്ത്ഫുൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും എൻ്റെ ഒപ്പീനിയൻസ്, അതായത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസിന്റെ ഒരു ഷെയ്ഡാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് തെളിയിപ്പിക്കാൻ, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും അവരുടേതായിട്ടുള്ള പ്രൊപ്പഗണ്ട ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഷെയ്ഡ് ഉണ്ടാവും. സോ മേക്ക് വൈസ് ഡിസിഷൻസ്. എനിവേ, എനിക്കിപ്പോൾ സ്മാർട്ട് ഫോൺസ് റിവ്യൂ വന്നു കഴിഞ്ഞാലും ഞാൻ അധികം ചൂസ് ചെയ്യാറില്ല. അത് ചൂസ് ചെയ്യാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.